എൻ്റെ കൊളീഗ്സിൻ്റെ ഒറ്റൊരു മോട്ടിവേഷന് പുറത്താണ് ഞാൻ ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ടോ. ഫസ്റ്റ് ട്രൈ തന്നെ അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 1/2 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം കുറച്ച് ഉപ്പിടുക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, തൈര് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു കുക്കർ വെച്ച് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇട്ട് അതിനുശേഷം 2 സവോള അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റി വരുമ്പോൾ ഇതിനാവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് നമ്മൾ 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം, കുറച്ച് പച്ചമുളകും, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വഴണ്ടി വരുമ്പോൾ ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് മൂടി വെക്കാം. ഒരു വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ ഇതിൽ ചിക്കനിലെ വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എത്ര ഗ്ലാസ് അരിയാണോ നമ്മൾ എടുക്കുന്നത് ആ സെയിം ഗ്ലാസ് അരി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 ഗ്ലാസ് അരിയാണ് അളന്ന് വെച്ചത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അരിയും കൂടെ ചേർത്ത് കുറച്ച് ഒരു ഹാഫ് ലെമണും കൂടെ പിഴിയുക. കുരങ്ങാനും വീണുപോയ അപ്പം തന്നെ തോണ്ടിയെടുത്തോ, അല്ലെങ്കിൽ തിന്നുമ്പോൾ കുറ്റം പറയും കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരാൻ വെയിറ്റ് ചെയ്യും. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തുറക്കരുത്. ഇതിൻ്റെ പ്രഷറെല്ലാം പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ ദേ ഗൈസ്, നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ചോറും നന്നായി വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഇല എടുത്തുകൊണ്ട് വന്ന് നന്നായി വാട്ടിയതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് വെച്ചിട്ട് നന്നായി പൊതിഞ്ഞ് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് തിന്നാലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.